കൂലിപ്പണിക്ക് പോകുന്ന ഒരു മക്കൾ പോലും ഇത്ര നികൃഷ്ടമായിട്ട് ഒരു തന്ത ഇങ്ങനെ ഇട്ടിരിക്കത്തില്ല. വിദ്യാഭ്യാസം കൂടി പോയി, മക്കൾക്ക് സമ്പത്തുണ്ടാക്കി കൊടുത്തു പോയി. അതാണ് ഇതിനകത്ത് ഇത്രയും വന്നത്. കോടീശ്വരനായ മക്കളുടെ ഒരു അച്ഛന്റെ അവസ്ഥയാണ്. ഈ വീടും സ്വത്തും അടക്കം അവർ എഴുതി മേടിച്ചു. അവർക്ക് അച്ഛന്റെ പണം മാത്രം മതിയായിരുന്നു, അവർക്ക് അച്ഛനെ വേണ്ട. അവർക്ക് ഇതെല്ലാം കൊടുത്തു. ഇപ്പൊ എനിക്കൊന്നുമില്ല, ഒരു നേരത്തെ ആഹാരം തരാൻ പോലും ഇല്ല. ആരും തരാനില്ല. പിന്നെ നിങ്ങളൊക്കെ തരുന്നതുകൊണ്ട് കഴിഞ്ഞു പോകും. ഈ ചുറ്റും നിൽക്കുന്ന നാട്ടുകാരാണോ ഈ അച്ഛനെ നോക്കേണ്ടത്? ഒന്ന് ചിന്തിച്ചു നോക്കുക. 2 ആൺമക്കളുള്ള ഒരു അച്ഛനാണ് ഈ നിൽക്കുന്നത്. ഇദ്ദേഹത്തിനെ അങ്ങോട്ടങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അപ്പൊ അതിന്റെ ഫലം നിങ്ങൾ അനുഭവിക്കും. അവർക്ക് ഏതാണ്ടൊക്കെ എങ്ങനെയൊക്കെ പിടിപാടുണ്ടെന്ന് പറയുന്നത്. മൂത്ത മോൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ അവരെ ചുറ്റും താമസിക്കുന്ന ഹൈ ക്ലാസ് ആളുകളാ. അപ്പൊ അച്ഛൻ ബഹളം വെച്ച് അവർക്ക് നാണക്കേടാ. ഇവിടെ താമസിക്കുന്നവരെല്ലാം സാധാരണക്കാരല്ലേ, ലോക്കൽ ആളുകളാ. അതുകൊണ്ട് നിങ്ങൾക്ക് പുള്ളിക്കാരന്റെ ഒരു അവസ്ഥ, പുള്ളി എങ്ങനെ ആയിക്കോട്ടെ, ഒന്നല്ലെങ്കിലും നിങ്ങളെ വളർത്തിയ ആളല്ലേ. എന്നാലും പുള്ളി നോക്കണ്ട, ഉത്തരവാദിത്ത മക്കൾക്ക് തന്നെയല്ലേ. ആ പുള്ളിക്കാരൻ്റെ ഒരു അവസ്ഥ, ഒരു നേരം വെള്ളം കൊടുക്കാൻ കൂടെ ആരുമില്ല. എന്തിനാ നിങ്ങൾ ഇങ്ങനെയൊക്കെ കാണിച്ചു? സ്വത്തും പണം കിട്ടിക്കഴിഞ്ഞാൽ ആർക്കാ ഒന്നും വേണ്ട, അച്ഛനെയും വേണ്ട, അമ്മേനെയും വേണ്ട, ഒന്നും വേണ്ട. നിങ്ങൾ ഇന്നല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഇതിന്റെ വില നിങ്ങൾ മനസ്സിലാക്കും. വലിയ ബുദ്ധിമുട്ടില്ല എന്നുള്ള രീതിയിൽ അവർ സംസാരിച്ചു. അച്ഛൻ കരയുവാണ്. അച്ഛൻ വിഷമിക്കാതെ. ഈ നൂറ്റാണ്ട് ഏതെങ്കിലും മക്കൾ ഇത്രയും പ്രായമുള്ള അച്ഛൻ കളഞ്ഞിട്ട് പോവോ? എന്തൊരു മക്കളാണ് നിങ്ങളെയൊക്കെ! മക്കളെന്ന് വിളിക്കാൻ പോലും നാണക്കേടാണ് കേട്ടോ. അച്ഛനെ വേണ്ട, ആ നാട്ടുകാരെന്ന് പറയണേന്ന് കേട്ടില്ലേ? പണം മാത്രം മതി. 85 വയസ്സുള്ള ഒരു അച്ഛന്റെ അവസ്ഥ ഉണ്ടോ? 2 മക്കളുണ്ട്. അതിൽ ഒരു മകൻ അധ്യാപകനാണ്, ഒരു മകൻ കോടീശ്വരനാണ്. 2 പേർക്കും അച്ഛന്റെ സ്വത്തുക്കൾ മതി. പറഞ്ഞു കേട്ടോ, ഒരു മകൻ അധ്യാപകനാണ്, ഒരു മകൻ കോടീശ്വരനാണ്. ഈ കോടീശ്വരനായ പുള്ളിക്കാരന് നോക്കാൻ കഴിവില്ലേ? ഒരു അധ്യാപകനാന്ന് പറയുന്നു. പുള്ളിക്കാരൻ എങ്ങനെയാണ് കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുന്നേ? എന്തോ അധ്യാപകനായെന്നാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഇവരുടെയും കുട്ടികൾ വളർന്ന് വലുതായി വരുമല്ലേ. പുള്ളി ആയ കാലത്ത് എങ്ങനെ നടന്നതാ? നാട്ടുകാര് വരെ ഇങ്ങനെ പറയണമെങ്കിൽ പുള്ളി അത്രയ്ക്കും നല്ലൊരു മനുഷ്യനായിരിക്കും. ഒരുപാട് സ്വത്തുള്ള അച്ഛനായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഇവരുടെ ആവശ്യം ഈ സ്വത്തുക്കളൊക്കെ തിരിച്ചു മേടിക്കണം കേട്ടോ. ഒരു കാരണവശാലും ഇവർ കൊടുക്കരുത്. കാരണം അത്രയ്ക്കാണ് ഈ മനുഷ്യനെ ദുരിതപ്പെടുന്നത്. ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ കൊല്ലം മൂന്നാംകുറ്റി 600 മൈൽ. ഇത് ബിന്ദു. ഇത്രയും നാട്ടുകാർ പറയണമെങ്കിൽ പുള്ളിക്കാരൻ ആയ കാലത്ത് നന്നായിട്ട് ജീവിക്കുന്നുണ്ടാ. ആകെപ്പാടെ ആ പുള്ളി ചെയ്ത ഒരു തെറ്റെന്ന് വെച്ചാൽ നിങ്ങൾ അച്ഛനായെന്നാണ്. ആ പുള്ളി ചെയ്ത ഒരേ ഒരു തെറ്റ്. എത്രയൊക്കെ കോടീശ്വരാണോ, എത്രയൊക്കെ പണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ നിങ്ങൾ തിരിച്ചനുഭവിക്കും. ഒരച്ഛന്റെ കണ്ണീരാണ്. ഇത് ബിന്ദുകൃഷ്ണ മണ്ഡലം കൂടിയാണ്. ബഹുമാനപ്പെട്ട ബിന്ദുകൃഷ്ണ ഇതിൽ ഇടപെട്ട് ഒരു അടിയന്തര നടപടി ഉണ്ടാകണം.